മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അത് രാജാവേ, നിങ്ങളുടെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു എന്ന് മന്ത്രിമാരും അവരുടെ ആശ്രിതരെല്ലാം വിദൂഷകരെല്ലാം ചേർന്ന് ഇങ്ങനെ പറഞ്ഞുവിട്ടു. വലിയൊരു തത്വം ഇതില് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ രണ്ട് ശക്തമായ ആഗ്രഹമാണ്. ഒന്ന് സെക്ഷൽ അർജന്റ്, ഡിസയർ ടു ബി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് കാമാസക്തി, രണ്ടാമത്തേതാണ് ഡിസയർ ടു ബി ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാനൊരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ ലോകത്തിൽ തെളിയിച്ചു കൊടുക്കുക. ഒരു വ്യക്തി, ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് വിചാരിക്കുന്നു. അത് വിദ്യാഭ്യാസമുള്ളവർ മുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ വരെ, ഊര ഉമ്മറപ്പള്ളി എന്ന് അറിയാത്തവർ മുതൽ PhD എടുത്തവര്, MBBS, MD, FRCS, ABCD, EFG, HIJK, LMNOP, അങ്ങനെ ഒരുപാട് ഡിഗ്രികൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രികൾ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BTech, BArch ഇതെല്ലാം പാസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൂടെ ആണെങ്കിൽ പ്രവേശിച്ച് വലിയ ഉന്നത പ്രസിഡന്റ്, പ്രധാനമന്ത്രിയൊക്കെ ആയ ആൾക്കാർ. അത് മുതൽ മേലെ ആകാശം താഴെ ഭൂമി എന്നുള്ള ആൾക്കാർ വരെ ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പ്രധാനപ്പെട്ട വ്യക്തിയെന്ന് വിചാരിക്കുന്നു. കൃമികീടം മുതൽ നീലത്തിമിംഗലം വരെ, അല്ലെങ്കിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന വരെ ഉള്ള അതേപോലുള്ള പൊസിഷനിലുള്ള എല്ലാ മനുഷ്യജീവികൾ ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ലോകത്ത് നമ്മളെങ്ങനെ നമ്മളെയൊക്കെ സന്തോഷകരമായ സുഗമമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അതിനുള്ള ഒരു ഒറ്റ വരിയാണ്, രണ്ട് വരിയാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. എല്ലാരും പൂഴ്ത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെല്ലാരും ഇഷ്ടപ്പെടും. രാജാവ്, നിങ്ങളുടെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു. അതുകൊണ്ട് അവരടുത്ത് രാജാവ് പറയണമെന്നല്ല, പുകഴ്ത്തുക അവരുടെ. അവർ ഏത് മേഖലയിലെന്ന് പറഞ്ഞാൽ അവര് നിങ്ങളൊരു സംഭവമായിട്ടോ, അടിപൊളിയായിട്ടോ, അത് ഏട്ടന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏട്ടത്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും ഗംഭീരമായിട്ട് സൂപ്പറായിട്ട്, പാട്ടാണെങ്കിൽ, ഡാൻസ് ആണെങ്കിൽ, ഇനി വീട്ടു ജോലികളാണെങ്കിൽ, പാചകം ചെയ്യലാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസ് വർക്കാണെങ്കിൽ, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കറാണ് അതാണെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിയോ പ്രധാനമന്ത്രിയോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ, പ്രസംഗം നടത്തിയ ആളോ, പാട്ട് പാടിയ ആളോ, ഡാൻസ് ചെയ്ത ആളോ, ശില്പിയോ, ചിത്രം വരയ്ക്കുന്ന ആളോ, ഏത് മേഖലയിലായാലും പൂർത്തമായിട്ട് സൂപ്പറായിട്ട് നിങ്ങളൊരു സംഭവമായിട്ടോ എന്ന് പറയും. അവര് പരിഹസിക്കാനും തോന്നരുത്. അവരുടെ മനസ്സിൽ കയറി ചെല്ലാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് ഏറ്റവും പുകഴ്ത്ത്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്നു. നമ്മൾ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാണ്ടെങ്കിലും ഇത് തന്നെയാണ് വഴി, പുകഴ്ത്ത്. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കാര്യം. ഡിസൈർ ടു ബി ഇമ്പോർട്ടൻറ്റ്. മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നുള്ള തെളിയിക്കാനുള്ള ഒരു അത്യധികമായ ആഗ്രഹം എല്ലാ ജീവികൾക്കും, എല്ലാ മനുഷ്യജീവികൾക്കും, മൃഗങ്ങൾക്കില്ല. അപ്പൊ ഇതിലൂടെ നമ്മൾ പോസിറ്റീവ് വിചാരിക്കുക. ഒരാളെ നിന്ദിക്കുകയാണെങ്കിൽ ഇല്ലേ, അത് വലിയ വഴക്കായി മാറും. കൊലപാതകം വരെ എത്തുന്നത് ഈ വാക്കുതർക്കത്തിലൂടെ, നിന്ദയിലൂടെയാണ്. ജയിലിൽ കിടക്കുന്ന ആൾക്കാർ, കുറെ ആൾക്കാർ വാക്കുതർക്കത്തിലൂടെ അതിനുള്ളിൽ കിടക്കുന്ന ആൾക്കാരാണ്. അത് വാക്കുതർക്കം മൂത്ത്
നിന്ദ, നിന്ദിക്കല് മൂത്ത് അടിയായി, തല്ലായി, വഴക്കായി, വക്കാണായി, കൊലപാതകമായി. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിങ്ങൾ പൊഴുത്തിക്കൊണ്ടിരിക്കുക. എല്ലാരും ആരെയും നമ്മൾ നിന്ദിക്കേണ്ട ആവശ്യമില്ല. നിന്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോ നമ്മൾ അധികാരമുള്ള പൊസിഷനിലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കും. പക്ഷെ ജീവിതകാലം മുഴുവൻ അവർ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കും, നമ്മളെ നാശത്തിന് വേണ്ടി ശപിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ നാശമല്ല മാത്രമല്ല കുടുംബത്തിന്. പിന്നെ പുകഴ്ത്തി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഡോണ്ട് പ്രോമിസ് വെൻ യു ആർ ഹാപ്പി. നിങ്ങൾ സന്തോഷം, ഈ പുകഴ്ത്തി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാകും. അപ്പൊ ചിലപ്പോൾ അവർ വല്ല സ്കീമൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്, അതിന് നമ്മൾ പെട്ടുപോകും. നമ്മൾ പ്രോമിസ് ചെയ്യും, വാഗ്ദാനം കൊടുക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡോണ്ട് പ്രോമിസ് വെൻ യു ആർ ഹാപ്പി. സന്തോഷത്തോടെ ഇരിക്കും നിങ്ങൾ ഒരിക്കലും ഒരു വാഗ്ദാനം കൊടുക്കരുത്. വേറെ കാര്യം ശ്രദ്ധിക്കാതെ, ഡോണ്ട് റിപ്ലൈ വെൻ യു ആർ ആംഗ്രി. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് മറുപടി പറയാൻ പറയും. ആ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അപ്പൊ മറുപടി ഒരിക്കലും മറുപടി പറയരുത്. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ജയിലിൽ ഉള്ളാക്കിയാളും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മണ്ണിനടിയിലോ. വേറെ കാര്യം ശ്രദ്ധിക്കാതെ, ഡോണ്ട് ഡിസൈഡ് വെൻ യു ആർ സാഡ്. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കരുത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരുടെയും അഭിപ്രായങ്ങളെ നമ്മൾ, അവരൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അല്ല എന്ന് പറയരുത്, പൊട്ടത്തരമാണ് പറയുന്നത്. എപ്പോഴും തലയാട്ട്, യെസ് 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 യെസ്. അങ്ങനെ പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ശപിച്ചുകൊണ്ടേയിരിക്കും. അവര് ആത്മാവിനാണ് ശ്രദ്ധ വൽക്കുന്നത്, ഹട്ട് ചെയ്യുന്നു. അവർ പറഞ്ഞ പൊട്ടത്തരം തന്നെ ആയിരിക്കും. നമ്മളത് ഒരിക്കലും അത് തെറ്റാണ്, മോശമായി പോയി, അവരെ പരസ്യമായി നിന്ദിക്കാനും അല്ലെങ്കിൽ പരസ്യമായിട്ട് അവരെ എത്തിക്കാം, അതിന് ഒരിക്കലും നിൽക്കരുത്. അത് തെറ്റാണ് പറയുക, ഒറ്റാട്ടിക്ക്. അത് ഹിംസ തന്നെയാണ്. ഹിംസ തന്നെയാണ് അത്. അവരെ ആത്മാവിനിഷ്ടതയിലത്തെ പോലെ ജീവിതകാലം മുഴുവൻ നമ്മളുടെ താഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കും. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. എല്ലാവരും നമ്മൾ അവരെ ഇത് ചെയ്യുക, പുകഴ്ത്തുക. പിന്നെ കാരണം വെച്ചാല് എല്ലാവരും പുകഴ്ത്തൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, മഹാഭാരതത്തില് വിതുരർ പറയും, ഈ ലോകം മുഴുവൻ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നു മഹാഭാരതത്തിൽ, ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞിരിക്കുന്നു? അപ്പൊ അജ്ഞത എന്നാണ് പറഞ്ഞത്. ശാസ്ത്രീയമായി ചിന്തിച്ചാലും ഈ ലോകത്തില് പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്ന 68% ബ്ലാക്ക് എനർജി, ഇരുണ്ട ഊർജ്ജം, നമുക്ക് കാണാൻ പറ്റില്ല. 27% ബ്ലാക്ക് മാറ്ററാണ്, ഇരുണ്ട ദ്രവ്യം, അതും കാണാൻ പറ്റില്ല. 5% മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൂ, നമുക്ക് കാണാവുന്നു. അത് ഗ്രഹങ്ങൾ വരും, നക്ഷത്രങ്ങൾ വരും, സൗരയൂഥം, എല്ലാം. ഭൂമിയിൽ തന്നെ പർവ്വതങ്ങള്, സമുദ്രങ്ങള്, പീഠഭൂമികള്, മരുഭൂമികള്, കാട്, മേട്, എന്തൊക്കെ സാധനങ്ങൾ, സംഭവങ്ങൾ. ഈ 5% ഭൂമിയുടെ സ്ഥാനം ശതമാനം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഇട്ടിട്ട് 30 ഇട്ടിട്ട് പിന്നെ 3-2 അങ്ങനെ എന്തോ ആണ്. വളരെ 30 ഇട്ടിട്ട് വേണം, പോയിന്റ് ഇട്ട് 30 ഇട്ടിട്ട് വേണം. വളരെ ചുരുങ്ങിയ. അതിൽ തന്നെ ഭൂമിയുടെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ കാണുള്ളൂ. പർവ്വതങ്ങളോ സമുദ്രങ്ങളോ ഒക്കെ നമ്മൾ ഒറ്റയടിക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ? പോയി മെനക്കെട്ട് പോകും. നമ്മുടെ ചുറ്റുമുള്ള, വീടിന്റെ ചുറ്റുമുള്ള സ്ഥലം, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തുള്ള സ്ഥലം, അതൊക്കെ നമ്മൾ കാണുന്നു. അത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അജ്ഞതയും അന്ധകാരവും. അതില് അങ്ങനെയുള്ള മനുഷ്യരെ നിർമ്മിച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ, അജ്ഞത കൊണ്ട് തന്നെയാണ്, അന്ധകാരം കൊണ്ട് തന്നെയാണ്, മൂഢന്മാരായിട്ടാണ്. അപ്പൊ നമ്മളെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു മന്ത്രം നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിങ്ങൾ. അവരെ നമ്മൾ കളിയാക്കാനും തോന്നരുത്, എല്ലാരും പുകഴ്ത്തുന്നുണ്ട്. ആരും അഭിപ്രായം പറയുമ്പോൾ ചെട്ടിയാരുടെ ബൊമ്മ പോലെ തലയാട്ടിക്കൊണ്ടിരിക്കുക, യെസ്
നമ്മളെ ബാധിക്കാത്തതാണ്. നമ്മളെ ശാരീരികമായിട്ട് ആക്രമിക്കാൻ വരുന്ന കേസ് പറയണമെന്നല്ല പറയുന്നത്. അവര് നമുക്ക് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത സംഭവങ്ങൾ ചെട്ടിയാർ ബൊമ്മ തലയാട്ടും പോലെ തലയാട്ടും. ഒരിക്കലും നമ്മൾ അതിനെ അല്ല പറയാനോ ഒന്നും നിന്ദിക്കാനോ പോകണ്ട. അപ്പൊ ഇതെപ്പോഴും മനസ്സിൽ വെക്കുക. മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. പൂവിടുത്താണ് നമ്മൾ. അപ്പൊ നമുക്ക് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു പ്രശ്നങ്ങളില്ലാതെ നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. കാരണം നമ്മളുടെ ജീവിതം നീർക്കുമിള പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഈ കുമിളിയുടെ ആയുസേ ഉള്ളൂ. ഒരു 25,000 ദിവസം കഴിഞ്ഞ് പൊളിഞ്ഞു പോകും. നമ്മളിവിടെ സ്ഥിരം ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കില്ല. നമ്മുടെ മരണശേഷം ഈ ഭൂമി 25,000 കോടി വർഷങ്ങൾ. അപ്പൊ ആൾക്കാരുടെ അടുത്ത് ഫൈറ്റിന് പോയി അതല്ല അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. ഈശ്വരൻ നിശ്ചയിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. അത് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്. നമുക്ക് ഇത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഈ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ്.